സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റു അധ്യാപകർ, വിദ്യാർത്ഥികൾ, കുട്ടികൾ ക്ഷമ നശിച്ചെന്ന് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും പഠനം നടക്കുന്ന സമയമാണ്. ഞാൻ എപ്പോഴും വേറെയുള്ളവരോട് പറയും, LP സ്കൂൾ UP സ്കൂളിലെ അധ്യാപകർക്ക് അവാർഡ് കൊടുക്കണതാണ്. പക്ഷേ ഈ കുട്ടികളൊക്കെ പഠനം എനിക്കെടുക്കുന്ന വലിയ പ്രയാസമാണ്. ഞാൻ ഓരോ പരിപാടികൾ പോകുമ്പോഴേ കുറച്ച് ഹൈസ്കൂളും കുറച്ച് +2 ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വലിയ കുട്ടികളാകുമ്പോൾ അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് പോലെ ഇരിക്കുന്ന സമയത്തിന്റെ അപ്പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. ഷിഹാബ് അവതരിപ്പിച്ച ബജറ്റ് വളരെ നല്ല രീതിയിൽ ആയത് വളരെ സന്തോഷം. ഷിഹാബിനും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ കൂടൂർ പഞ്ചായത്തുകൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യത്തെ കയറിയ പരിപാടിക്ക് പോകുമ്പോൾ പഴം പീങ്ങിയ സംഗതി കിട്ടുന്നത്. ഞാനങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ആക്കുന്നുണ്ട്. സംഗതി പണ്ട് നമ്മൾ നോമ്പിന് പലിച്ചക്ക് കഴിക്കാൻ സാധനം ഇപ്പോൾ അവസാനം കഴിച്ചില്ല അല്ലേ? പിന്നീട് സംഭവം നല്ല സാധനമാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരി ഈ പൊരിക്കടികളൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ എല്ലാ റോഡ് സൈഡിലും പൊരിക്കടികളൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവരും അതില്ലെങ്കിൽ നമുക്ക് പറ്റൂല. അപ്പൊ ആ കടകളുടെ മുമ്പിലൊക്കെ ഭയങ്കര തിരക്കാണ് ആളുകൾ. ആ സംഗതികളെ കൊണ്ടും ഈ ഫാസ്റ്റ് ഫുഡ് കൊണ്ടും തന്നെയാണ് നമ്മളെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ നിലവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ സംഗതി കഴിച്ചു, പയം കഴിച്ചു, സ്വാഭാവികമായിട്ട് നിങ്ങളെ വയറിലൊരു പ്രശ്നം ഉണ്ടാവില്ല, നല്ലൊരു സുഖിക്കാം. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ ഒരു സമൂസ വേറെ എന്തെങ്കിലും കടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പൊ കഴിക്കുന്നത് നല്ല രുചി ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വയറിന് വലിയ സുഖം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഫുട്ബോൾ അതുപോലുള്ള സംഗതികളൊക്കെ നടക്കുമ്പോൾ ഈ പ്ലേയേഴ്സിന് ക്ഷീണമുള്ള സമയത്ത് പോലെ എനർജി ഡ്രിങ്ക് കഴിക്കുക, അതിന് പുറം പോലെ കഴിക്കുക, ഏത് തരത്തിലും പയ അതുപോലുള്ള കാര്യങ്ങൾ കഴിക്കുക. അപ്പൊ ഇത് പിന്തുടരാമെന്ന് പറഞ്ഞാൽ സ്കൂളിലും പിന്തുടരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പറയുമ്പോൾ ചിരിച്ചിരുന്നത്. അപ്പൊ സംഗതി അറിയില്ല, ഫാസ്റ്റ് ഫുഡിന്റെ ആളാണ് നമ്മുടെ നാട്ടില്. അപ്പോ അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അധ്യാപകര് സ്കൂളിൽ കൂടുതൽ സമയം, കുറച്ച് സമയങ്ങളിൽ നമ്മൾ കുട്ടികളുടെ ഈ ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുക, കായികമായിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ എന്റെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് എവിടെയും പോയി വന്നാല് പിറ്റേ ദിവസം ജലദോഷം അല്ലെങ്കിൽ പനിയോ എന്തെങ്കിലും നിർബന്ധം വെച്ചാൽ കുട്ടികളുടെ ആരോഗ്യം അത്രയും ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡൊന്നും കഴിച്ചിട്ട് ക്ഷയിച്ചു പോയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, കുട്ടികൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വൈകുന്നേരം എന്തെങ്കിലും സൈക്കിൾ ഓടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ വേണം. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊക്കെ പേടിയാണോ നമ്മൾ പുറത്ത് വിടാത്തത്. കുട്ടികൾ ഈ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഓരോ കുട്ടികൾക്ക് ഓരോ സമയമാണ്. ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്ക് ഓരോരുത്തർക്ക് മൊബൈൽ കൊടുക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കില്ല. ആ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കരച്ചിൽ കരഞ്ഞാൽ കിട്ടും മൊബൈൽ എന്നുള്ളതിൽ ആയി തന്നെ.